ഞാനൊന്നിനും പേടിക്കുന്നില്ല, ഒന്നിനും പേടിക്കുന്നില്ല പറഞ്ഞാലും എന്തെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവർക്ക് പേടിയുണ്ടാവും. അമ്മ പലറാച്ചൻ പറയും പോയി മൂത്രമൊഴിച്ചിട്ട് വന്ന് പറയും, പക്ഷെ നമ്മളത് ചെയ്യില്ല. എന്നിട്ട് ഈ ഉറക്കത്തിന്റെ ഇടയിലാണ് നമുക്ക് മുട്ടുന്നത്. ജനൽ തുറന്നിട്ട് അവിടെ നിന്ന് തന്നെ ചെയ്യും പുറത്തേക്ക്. പേടിയാ, ഈ ജനൽ അടയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് കൈയിടാൻ പേടിയാ. എന്ന് പറഞ്ഞ സാൻസ്ക്രിറ്റ് ലൈന് വേറെ അർത്ഥമുണ്ട്. ഡാർക്ക്നെസ് എന്നാണ് സാൻസ്ക്രിറ്റിൽ അർത്ഥം. ഞാൻ ഒന്നിലും പങ്കെടുക്കില്ലായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ എനിക്കില്ലായിരുന്നു. എന്തിൻ്റെ അകത്തെങ്കിലും ടാലന്റ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി എന്നെ പുഷ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം. പക്ഷേ എനിക്കറിയാം എനിക്ക് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. എയർടെലിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പം ഓൺ എ സെയിൽസ് കോൾ ഐ മെറ്റ് MG ശ്രീകുമാർ സാർ. അപ്പോൾ അങ്ങനെ എന്നെ ഹരിയൻ സാറുമായിട്ട് പരിചയപ്പെടുത്തി. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ആ ക്യാരക്ടർ ഉണ്ണിക്കേശവൻ എന്ന് പറഞ്ഞ മയൂഖത്തിലെ ക്യാരക്ടർ, അതിന് വേണ്ട ഫിസിക്കൽ അപ്പിയറൻസ് എനിക്കുണ്ടായിരുന്നു. അഭിനയം അറിയില്ല എന്നുള്ളത് ഹരിയൻ സാറിന് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പോൾ അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയ കാരണം എനിക്ക് അത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റി. അങ്ങനെ അഭിനയം ഒരു പരിധിവരെ ഞാൻ പഠിച്ചതാണ്. ഒരെണ്ണം പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവീസ് ക്യാരക്ടർ. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഒരു അച്ഛനും മകളുമാണ്. നമ്മുടെ മാളികപ്പുറത്തിലെ ഫേമസ് അച്ഛനും മകളും സൈചേട്ടൻ ആൻഡ് ദേവനന്ദ. വെൽക്കം. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ പറഞ്ഞല്ലോ, അപ്പോൾ നമ്മൾ റിയൽ ലൈഫിൽ അച്ഛനും മകളുമാണ്. റിയൽ ലൈഫിലും ആ ഒരു കോംബോ തന്നെയാണോ? ലൈക്ക് ആ ഒരു സ്നേഹം എങ്ങനെയാണ്? അങ്ങനെ ഒരു സ്നേഹം ഞങ്ങൾ തമ്മിലുണ്ട്. പക്ഷെ ഞങ്ങളത് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ എല്ലാവരുടെയും മുമ്പ് വെച്ചൊന്നും നമ്മളങ്ങനെ കാണിക്കില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ രണ്ടുപേരും കുറച്ച് റിസർവ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ആയത് കാരണം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും കാണുമ്പോൾ ഭയങ്കര സന്തോഷം. അല്ലെ, മുള്ള അങ്ങനെ ഒരു സന്തോഷമില്ലേ? ഇപ്പം നമ്മുടെ വലിയ ചേട്ടന്മാരും ചേച്ചിമാരും അങ്കിൾമാരും ഒക്കെ തന്നെ ഇന്റർവ്യൂസ് കൊടുക്കുമ്പോൾ അവരുടെ വായിന്ന് ഓരോന്നൊക്കെ വന്നിങ്ങനെ പാളി പോകാറുണ്ട്. മോൾ എങ്ങനെയാ അതൊക്കെ ഇങ്ങനെ ശ്രദ്ധിച്ച്, ഇത്രയും മൈന്യൂട്ട് ആയിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് എങ്ങനെയാ പറയുന്നത്? വീട്ടിൽ ഇങ്ങനെ പറഞ്ഞു തരാറുണ്ടോ? നമ്മളിങ്ങനെ ഇന്റർവ്യൂസിനൊക്കെ ഇരിക്കുന്ന സമയത്ത് എല്ലാം ശ്രദ്ധിക്കണം, നമ്മൾ എന്തായാലും ശ്രദ്ധിക്കണം. പിന്നെ ഒരു തിങ്ക് ചെയ്തിട്ട് പറയും. അപ്പോൾ ഫസ്റ്റ് ഇന്റർവ്യൂ ഏതായിരുന്നു മോളുടെ? അത് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഇന്റർവ്യൂ എന്ന് പറയുമ്പോൾ എനിക്ക് മൈസാൻറ്റ അഭിനയിച്ചിട്ട് എൻ്റെ ഒരു ഇന്റർവ്യൂ എടുത്തിരുന്നു ഒരു അങ്കിള്. അപ്പോൾ ആ അങ്കിള് ഇടയ്ക്ക് വിളിക്കാറുണ്ട്. ഇപ്പോൾ ആ ഇന്റർവ്യൂ എനിക്ക് ഒത്തിരി പ്രിയപ്പെട്ടതാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഒരു ഡയലോഗ് പറഞ്ഞ് അഭിനയിച്ചു. അപ്പോൾ ആ സിനിമയ്ക്ക് ഒരു ഇന്റർവ്യൂ എടുത്തു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ഇന്റർവ്യൂകളൊക്കെ ചെയ്യാൻ പറ്റുന്നതിൽ ഒത്തിരി സന്തോഷമുണ്ട്. ആദ്യത്തെ ഇന്റർവ്യൂവിലും ഇപ്പോഴത്തെ ഈ ഇന്റർവ്യൂവിലും ഇരിക്കുമ്പോഴേക്ക് എന്താ ഏറ്റവും വലിയ മേജർ ഡിഫറൻസ് ഫീൽ ചെയ്യുന്നത്? കോൺഫിഡൻസ് കൂടിയോ? പ്രായം വ്യത്യാസമുണ്ട്. അന്ന് എത്ര വയസ്സുണ്ടായിരുന്നു? അന്ന് ഒരു 6 വയസ്സ്. ഇപ്പൊ 6th-ലാണല്ലേ? ഇപ്പൊ 6th-ലായി. അതാണ് ചേട്ടാ. പണ്ടത്തെ കാലത്തൊക്കെ ഇതേപോലെ ലൈക്ക് സ്കൂളിലൊക്കെ ഇങ്ങനെ സപ്പോർട്ടിങ് ആയിരുന്നു നമ്മൾ ഇതുപോലെ ആർട്സ് പരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പോകുമ്പോഴേക്ക്? ഞാൻ പിന്നെ ആർട്സിലൊന്നും എനിക്ക് അങ്ങനത്തെ ഒരു ഹെൽപ്പിന്റെ ആവശ്യം വന്നിട്ടില്ല. ഞാൻ ഒന്നിലും പങ്കെടുക്കില്ലായിരുന്നു. എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ഒന്നും അങ്ങനെ എനിക്കില്ലായിരുന്നു. ഇപ്പം നമ്മളിപ്പം എൻ്റെ മക്കൾ പഠിക്കുന്ന സ്കൂളിലൊക്കെ അവരുടെ ഒരു ഇൻട്രസ്റ്റ് ഏത് ഏരിയയിലാണ്, ഇപ്പോൾ സ്പോർട്സിലാണോ അല്ലെങ്കിൽ വേറെ ഏരിയാസിലാണോ എന്നൊക്കെ നോക്കിയിട്ട് അതിൽ പുഷ് ചെയ്യും. അന്ന് നമ്മുടെ സമയത്ത് അങ്ങനെ പുഷ് ചെയ്യലൊന്നുമില്ല, നമ്മളായിട്ട് പേര് കൊടുക്കണം. അപ്പോൾ നമ്മൾ പേര് കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. വെച്ചാൽ ഒരു ക്ലാസ്സിൽ അന്ന് ഞാനൊക്കെ പഠിക്കുമ്പോഴത്തേക്കും ഇപ്പം 9th എന്ന് പറഞ്ഞൊരു സ്റ്റാൻഡേർഡ് ആണെങ്കിൽ അവിടെ 4 സെക്ഷനുണ്ട്. 90 തൊട്ട് 100 പേരാണ് ഒരു സെക്ഷനിലുള്ളത് ഒരു ക്ലാസ്സിൽ. അതെ. അപ്പോൾ ഒരു ടോട്ടൽ അപ്പോൾ ഒരു 400 അടുപ്പിച്ച് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ ടീച്ചേഴ്സിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അവർക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പം അതുകൊണ്ട് അന്ന് ചിലപ്പോൾ ഒരു പക്ഷേ എന്തിൻ്റെ അകത്തെങ്കിലും ടാലന്റ് ഉണ്ടെന്ന് അവർ മനസ്സിലാക്കി എന്നെ പുഷ് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പം. പക്ഷേ എനിക്കറിയാം എനിക്ക് വലിയ പ്രത്യേകിച്ച് പരിപാടികളൊന്നും ഇല്ല. പക്ഷെ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്യാൻ പറ്റിയാലെന്ന് തോന്നുന്നു. അപ്പോൾ ഈ ആക്ടിങ് ഈ ഒരു ഇതിലോട്ട് അപ്പോൾ എങ്ങനെ എത്തിയത് ചേട്ടൻ? ഇത് ഞാൻ എയർടെലിൽ സെയിൽസ് മാനേജറായിട്ട് വർക്ക് ചെയ്യുമ്പം ഓൺ എ സെയിൽസ് കോൾ ഐ മെറ്റ് MG ശ്രീകുമാർ സാർ. അപ്പൊ അദ്ദേഹം അതെ. അതപ്പോ എങ്ങനെയാ മനസ്സിലായത്? ഇങ്ങനെ പറഞ്ഞോ? എന്നോട് ചോദിച്ചു അഭിനയിക്കാൻ താല്പര്യമുണ്ടോന്ന് ചോദിച്ചു എന്നെ കണ്ടു. അപ്പൊ അങ്ങനെ എന്നെ ഹരിയൻ സാറുമായിട്ട് പരിചയപ്പെടുത്തി. ആൻഡ് ബൈ ഗോഡ്സ് ഗ്രേസ് ആ ക്യാരക്ടർ ഉണ്ണിക്കേശവൻ എന്ന് പറഞ്ഞ മയൂഖത്തിലെ ക്യാരക്ടർ, അതിന് വേണ്ട ഫിസിക്കൽ അപ്പിയറൻസ് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ്. പിന്നെ അഭിനയം അറിയില്ല എന്നുള്ളത് ഹരിയൻ സാറിന് വളരെ വ്യക്തമായിട്ട് അറിയായിരുന്നു. അപ്പം ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് ഹരിയൻ സാർ കാണിച്ചു തരും. ഹിസ് എ വെരി ഗുഡ് ആക്ടർ. അപ്പോൾ അദ്ദേഹം കാണിച്ചു തരും, അതങ്ങ് കോപ്പി ചെയ്യാന്നുള്ളതായിരുന്നു. അപ്പോൾ കോപ്പി ചെയ്യാൻ നമുക്ക് പറ്റുമല്ലോ ഒരു പരിധി വരെ. എക്സാക്ട്ലി നമുക്ക് പറ്റില്ല. അപ്പം അദ്ദേഹം കാണിക്കുന്ന പോലെ എന്താണ്, ഇപ്പം ഒരു ഡയലോഗ് പറയുന്നതിന് മുമ്പ് ഓക്കെ ഈ ഡയലോഗ് നമ്മൾ റിസീവ് ചെയ്തു, അത് കഴിഞ്ഞിട്ടൊന്ന് ഡൗൺലോക്ക് പോകും, എന്നിട്ട് പിന്നെ പതുക്കെ കണ്ണെടുത്തിട്ട് നീ അടുത്ത ഡയലോഗ് പറ. അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ്
അങ്ങനെയാണ് സ്പൂൺ ഫീഡ് ചെയ്താണ് നമ്മൾ അതിൻ്റെ അകത്ത് അഭിനയിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു മയൂഖത്തിൽ അപ്പൊ ഒരു പരിചയമില്ലാതെ വന്ന സമയത്താണ് ഉള്ളിനുള്ളിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് തന്നെ തിരിച്ചറിയുന്നത് അല്ലേ? ഇല്ല, ഉള്ളിനുള്ളിൽ അങ്ങനെ ഒരു സംഭവം ഇല്ലായിരുന്നു. എനിക്ക് ആക്ടിംഗ് ഒന്നും അറിയില്ലായിരുന്നു. അത് പിന്നെ എനിക്ക് മലയാളം ഇൻഡസ്ട്രിയുടെ ഒരുപാട് സപ്പോർട്ട് ഉണ്ടായി. എനിക്ക് നിരന്തരം സിനിമകൾ കിട്ടിയായിരുന്നു. ഇപ്പം മെയിൻ സ്ട്രീം സിനിമാസ് കിട്ടാത്ത സമയത്ത് പോലും എനിക്ക് മെയിൻ സ്ട്രീം അല്ലാത്ത സിനിമകളിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനത്തെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയ കാരണം എനിക്ക് അത് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റി. പിന്നെ ഒരു സാധനം തന്നെ നമ്മൾ നിരന്തരം പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും അത് നമ്മൾ ഒരു ക്ലോസ് ടു പെർഫെക്ഷനിലേക്ക് എത്തുമല്ലോ. നമുക്ക് ചെയ്യാവുന്നതിന്റെ പരമാവധിയിലുള്ള പെർഫെക്ഷൻ. അപ്പം അങ്ങനെ അഭിനയം ഒരു പരിധിവരെ ഞാൻ പഠിച്ചതാണ്. അപ്പോൾ എന്താ ചേട്ടനെ തന്നെ ഒരു ബോണ്ട് ആക്ടർ എന്ന് പറയുന്നതിനേക്കാളും കൂടുതലും ഒരു പോളിഷ് ഡെഫിനറ്റ്ലി അത് ബോൺ ആക്ടർ ഒന്നും ഒരിക്കലും അല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ എല്ലാ പടത്തിലും അതേപോലെ പെർഫോം ചെയ്യണം. ഞാനിപ്പോൾ അങ്ങനെ എല്ലാ പടത്തിലും അങ്ങനെ പെർഫോം ചെയ്തിട്ടുണ്ടെന്ന് എനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ള സിനിമയിലെല്ലാം നമുക്ക് സജിച്ചേട്ടൻ്റെതായിട്ടുള്ള ഒരു എന്താ ഒരു സ്പെഷ്യൽ എന്തെങ്കിലും ഒരു മാർക്ക് നമുക്ക് അതിൽ കാണാൻ പറ്റുന്നുണ്ടല്ലോ. സോ വാട്ട് ഹാപ്പൻസ് ഇസ് നമുക്കൊരു ബ്രേക്ക് കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മെയിൻ സ്ട്രീം സിനിമാസ് കിട്ടാൻ തുടങ്ങി. അപ്പോൾ ഈ മെയിൻ സ്ട്രീം സിനിമാസ് ആരാണ് ചെയ്യുന്നത്? ഇവിടുത്തെ ലീഡിങ് ആക്ടേഴ്സ് ആണ് അതിൻ്റെ അത് പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് അഭിനയിക്കുന്നത്. അപ്പോൾ അവരുടെ സെലക്ഷൻ നല്ലതായത് കൊണ്ടാണ് അവർ സ്റ്റാർസ് ആയത്. അപ്പം അവർ ചൂസ് ചെയ്യുന്ന സിനിമകളിൽ എനിക്ക് ക്യാരക്ടേഴ്സ് കിട്ടാൻ തുടങ്ങി. സോ വാട്ട് ഹാപ്പൻഡ് ഈസ് ദാറ്റ് ആ മൂവീസൊക്കെ ഹിറ്റായി. സോ ആൾക്കാർ എന്നെയും കണ്ടു ആ സിനിമയിൽ. സോ അങ്ങനെയാണല്ലോ അത് സംഭവിക്കുന്നത്. അപ്പം അങ്ങനെ അപ്പോഴത്തേക്കും ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്ത് കഴിഞ്ഞായിരുന്നു. അപ്പം ഞാനും ഇംപ്രൂവ് ചെയ്തിരുന്നു ഒരു പരിധിവരെ. അപ്പൊ അങ്ങനെയാണ് പിന്നെ അത് സംഭവിച്ചത്. അപ്പൊ ലക്ക് എന്ന് പറഞ്ഞൊരു ഫാക്ടറും ഇതിലൊരു മേജർ സംഭവമാണ്. ലക്ക് ഡെഫിനറ്റ്ലി. ഇപ്പോൾ ലക്ക് ഇല്ലെന്നൊക്കെ നമ്മൾ പറയും, പക്ഷെ സമയവും ലക്കൊക്കെ ഡെഫിനറ്റ്ലി വേണം. ആ സമയം എത്തുമ്പോഴേ നമുക്ക് ഒരു ബ്രേക്ക് കിട്ടുള്ളൂ. പിന്നെ സക്സസ് ഹാൻഡിൽ ചെയ്യാന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് എൻ്റെ വൈഫാണത് പറഞ്ഞത്. അതായത് സക്സസ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ അതായത് ദൈവം മനസ്സിലാക്കുവാണ്, ഓക്കെ നൗ ദിസ് ഗൈ ക്യാൻ ഹാൻഡിൽ സക്സസ്, ദെൻ യു വിൽ ബി സക്സസ്ഫുൾ. അല്ലെങ്കിൽ പലപ്പോഴും സമയത്തിന് മുമ്പേ നമ്മൾ സക്സസ്ഫുൾ ആയാൽ ചിലപ്പം കൈവിട്ടു പോകും. സോ നൗ ദാറ്റ് ഐ ഹാവ് ഗോൺ ത്രൂ ലോട്ട് ഓഫ് ഫെയിലിയേഴ്സ്, വെൻ സക്സസ് കെയിം ഐ നോ ദാറ്റ് ഫെയിലിയർ പോലെ തന്നെ സക്സസും ശാശ്വതമല്ല. എന്ന് വേണമെങ്കിൽ ഫെയിലിയറിലേക്ക് പോവാം. ഓക്കെ, സോ ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. അപ്പ് ആൻഡ് ഡൗൺ ആണല്ലോ. ഡെഫിനറ്റ്ലി അപ്പ് ആൻഡ് ഡൗൺ. അത് ഇപ്പം എത്ര ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരായാലും എത്ര വലിയ സ്റ്റാർസ് ആയാലും എല്ലാവർക്കും അപ്പ് ആൻഡ് ഡൗൺസ് സംഭവിച്ചുകൊണ്ടിരിക്കും. 100% ആർക്കും ഉണ്ടാവില്ല. ഇപ്പം ഡോൺ ബ്രാഡ്മാനെ പോലത്തെ ഒരു ലെജൻഡ് ആയിട്ടുള്ളൊരു ക്രിക്കറ്റർ, അദ്ദേഹത്തിനും ആവറേജ് 100 ഇല്ല, 99 പോയിന്റ് സംതിങ് ആണ്. സോ നോ വൺ ക്യാൻ ബി സക്സസ്ഫുൾ ടു 100%. അപ്പോൾ ചേട്ടനിപ്പോൾ ആ ഒരു നമ്മുടെ മയൂഖമൊക്കെ ആ ഒരു അങ്ങനെ ഒരു എൻട്രി ഇല്ലായിരുന്നെങ്കിൽ ഏത് രീതിയിലോട്ട് പോയേനെ കരിയർ? ആ ഒരു സെയിൽസ് ഇത് കോർപ്പറേറ്റിൽ തന്നെ. പക്ഷെ അത് ഞാൻ അത്ര എൻജോയ് ചെയ്യൂലായിരുന്നു. ഇപ്പം ഞാൻ സെയിൽസ് വിടാൻ കാരണം ഈ സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഈ പ്രഷർ, സെയിൽസ് പ്രഷറും കാര്യങ്ങളൊക്കെ. ഇപ്പം പ്രഷറും സ്ട്രെസ്സൊന്നും ഇല്ലെന്നല്ല ഞാൻ പറയണത്, ബട്ട് ഐ എം എൻജോയിങ് ഇറ്റ്. ദ റീസൺ വൈ ഐ എം എൻജോയിങ് ഇറ്റ് ഈസ് ബിക്കോസ് നമ്മളൊരു നല്ല ഇത് ചെയ്താൽ ഇത് ആ ലൈബ്രറിയിൽ ലോകം അവസാനിക്കുന്നവരെയും കാണും. ഏതെങ്കിലും ഒരു ലൈബ്രറിയിൽ, ബീറ്റ് ടെലിവിഷൻ ചാനൽസ്, ബീറ്റ് OTT പ്ലാറ്റ്ഫോം, എവിടെയെങ്കിലും ആ ഒരു സിനിമ കാണും അല്ലേ? ഇപ്പം ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാന്ന് വിചാരിക്കാം. ഞാൻ അവിടെ ഇപ്പം സമയമൊക്കെ ആകുമ്പോഴത്തേക്കും പ്രൊമോഷൻസ് കിട്ടി ചിലപ്പം നല്ല ലെവലിലേക്കൊക്കെ എത്തും. ആ ലെവലിലേക്ക് എത്തിയാലും ഞാൻ ചെയ്തത് എന്താണെന്നുള്ളത് എനിക്കും എൻ്റെ കൂടെ വർക്ക് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ അത് അറിയാവുള്ളൂ, ഞാൻ എത്രമാത്രം അവിടെ ഇത് ചെയ്തെന്ന്. പക്ഷെ ഇന്നിപ്പം എൻ്റെ മകനോ അച്ഛൻ എന്താണ് 2005 മയൂഖത്തിൽ ചെയ്തതെന്നുള്ളത് ഇപ്പൊ എയർടെൽ ഞാൻ എന്താ ചെയ്തെന്നുള്ളത് അവർക്ക് അറിയില്ല. സെയിൽസിലായിരുന്നു എന്ന് മാത്രം അറിയാം അല്ലേ? ഞാൻ എത്രമാത്രം ഹാർഡ് വർക്ക് ചെയ്തിരുന്നു എന്നുള്ളത് അറിയില്ല. ബട്ട് ഇപ്പം മയൂഖം അവർക്ക് കാണാൻ പറ്റും. അതെ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഫീഡ് ചെയ്ത് വെച്ചേക്കാം, എപ്പോ വേണേലും എടുത്ത് നോക്കാം. അതെ, അതുപോലെ നമ്മുടെ എത്ര അത്രയും വയസ്സ് ഏത് പ്രായവും നമുക്ക് ഇതുപോലെ എടുത്ത് കാണാൻ പറ്റുമല്ലോ. അതെ അതെ, അതുകൊണ്ട് അതൊരു ബെനിഫിറ്റ് ആണ്. ഇപ്പൊ പലരുടെയും കല്യാണ വീഡിയോയിലൊക്കെ മാത്രമേ നമ്മൾ കാണൂ. അത് നിങ്ങൾ ആക്ടേഴ്സിനുള്ള ഒരു ഭയങ്കര ഒരു ബെനിഫിറ്റ് ആണ്. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എല്ലാവർക്കും ഇപ്പം ഇൻസ്റ്റാഗ്രാമും സോഷ്യൽ മീഡിയ ഉള്ളത് കാരണം അപ്പൊ വീഡിയോസും ഫോട്ടോസൊക്കെ പോസ്റ്റ് ചെയ്യുന്നുണ്ടല്ലോ. ദാറ്റ് വിൽ ബി ദേർ, നമ്മൾ ഡിലീറ്റ് ചെയ്യുന്നവരെ. എന്നാലും ചേട്ടൻ ഇപ്പൊ ഒരുപാട് റോൾസ് ചെയ്തിട്ടുണ്ട്. ആഫ്റ്റർ ആ ഒരു ബ്രേക്കിന് ശേഷം ചേട്ടൻ ചെയ്ത റോൾസും എല്ലാം നമുക്ക് നോക്കാം. ചേട്ടൻ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു റോൾ ഏതാ? എനിക്ക് മനസ്സിൽ തങ്ങി നിൽക്കുന്നത് എല്ലാ ക്യാരക്ടേഴ്സും എൻ്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നുണ്ട്. ഇഫ് യു ആസ്ക് മൈ പേഴ്സണൽ ഫേവറേറ്റ് വിച്ച് ഇസ് ക്ലോസ് ടു മൈ ഹാർട്ട്, ഒരെണ്ണം പിക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ഇറ്റ്സ് മൈ ഫസ്റ്റ് മൂവീസ് ക്യാരക്ടർ. എനിക്ക് ഏറ്റവും
ഇഷ്ടപ്പെട്ട സിനിമയും അത് തന്നെയാണെന്ന് ഞാൻ പറയും. ഇഫ് യു ആസ്ക് മീ ഓൺലി വൺ യു ഹാവ് ടു ആൻസർ വൺ എന്ന് പറഞ്ഞു. പക്ഷേ ബാക്കിയുള്ള ഇപ്പം എൻ്റെ പല സിനിമകളും ഫെയിലിയർ ആയിട്ടുണ്ട്, പല സിനിമകളും ഹിറ്റായിട്ടുണ്ട്. അതെല്ലാം എനിക്ക് ഒരേപോലെയാണ്. ഞാൻ നല്ലപോലെ അഭിനയിക്കാത്ത പെർഫോം ചെയ്യാൻ അന്ന് പറ്റാത്ത സിനിമകൾ, നമുക്ക് അഭിനയം അത്ര പരിചിതമല്ലാത്തത് കൊണ്ട് പ്രശ്നങ്ങൾ വന്ന സിനിമകൾ പോലും ഇറ്റ്സ് വെരി ക്ലോസ് ടു മൈ ഹാർട്ട്. ബിക്കോസ് ഞാൻ അന്നത്തെ എൻ്റെ അവസ്ഥയിൽ ഞാൻ അതിന് 100% കൊടുത്തിട്ടുണ്ട്. എപ്പോഴും 100% കൊടുക്കുന്നുണ്ട്. എന്നാൽ പോലും ഇപ്പോൾ ചേട്ടൻ പറഞ്ഞല്ലോ അന്ന് എനിക്ക് അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അങ്ങനെ ഏതെങ്കിലും ഒരു കഥാപാത്രം പിന്നീട് എനിക്കിപ്പോൾ ആ ഒരു റോള് കിട്ടിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ പെർഫോം ചെയ്യാമായിരുന്നു, അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ റിലീസാകാൻ പോകുന്ന 17-ാം തീയതി റിലീസാണ് ഗു. അതെനിക്ക് ഒന്നുകൂടെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ എനിക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. അത് എല്ലാ ആക്ടേഴ്സിനും അങ്ങനെ തോന്നുമെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മൾ ചെയ്ത് കഴിഞ്ഞ ഒരു കാര്യം അത് വീണ്ടും നമുക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ വി ക്യാൻ ഡു ഇറ്റ് വെൽ. എന്നുവെച്ചാൽ പിന്നെ നമ്മൾ സ്ക്രീനിൽ ഇത് കാണുന്നു, ഫോട്ടോ ഒന്ന് നമുക്ക് ഇത് ഇങ്ങനെ ചെയ്യാമായിരുന്നു നമുക്ക് തോന്നും. അപ്പോൾ എന്തായാലും നമ്മൾ ഗുവിലോട്ട് വരാണെങ്കിൽ നമ്മൾ പേര് കേൾക്കുമ്പോൾ തന്നെ ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പേരാണ്, നമ്മളങ്ങനെ കേട്ടിട്ടില്ല, ഒരു അക്ഷരം. അപ്പോൾ എന്താ ഇത് ഗുളികൻ അങ്ങനെ എന്തെങ്കിലും റിലേറ്റഡ് ആണോ? മോള് പറ ഗുവിൻ്റെ കാര്യങ്ങൾ പറ. ഗു എന്ന് പറഞ്ഞാൽ ഗുളികൻ എന്ന് വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. നമുക്ക് എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു ഗുളികനാണോന്ന്. അപ്പോൾ നമ്മുടെ ഡയറക്ടറും റൈറ്ററുമായ മനുചേട്ടൻ്റെ അടുത്ത് നമ്മൾ പോയി ചോദിച്ചു ഗുളികനാണോന്ന്. അപ്പോൾ ചേട്ടൻ ഭയങ്കര ഒരു പ്രത്യേകമായിട്ടുള്ള ആളാണ്, ചേട്ടന് ഒത്തിരി അറിവുകളും ഉണ്ട്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു ഗു എന്ന് പറഞ്ഞാൽ സാൻസ്ക്രിറ്റിൽ അതിന് വേറെ അർത്ഥമുണ്ട്, ഡാർക്ക്നെസ് എന്നാണ് സാൻസ്ക്രിറ്റിൽ അർത്ഥം. ഗു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ. അപ്പോൾ എന്താ ആ ഒരു ഡാർക്ക് തീം ആയിരിക്കുമോ മൂവി ഫുള്ള്? ഡാർക്ക് തീം മാത്രമല്ല, നമ്മളൊരു ഹൊറർ ഫാന്റസി മൂവിയാണ്. അത് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും വന്ന് കാണാൻ പറ്റും. ഇപ്പൊ എന്നെ പോലുള്ള കൂട്ടുകാർക്കൊക്കെ വന്ന് കാണാൻ പറ്റും. അപ്പോൾ ഒരു ഹൊറർ ഫാന്റസി അല്ലേ? അത് നമ്മൾ ഈ ഹൊറർ ഫാന്റസിയിലൊക്കെ ഇങ്ങനെ കേട്ടിട്ടുള്ള നമ്മുടെ മണിച്ചിത്രത്താഴ് പോലത്തെ സിനിമകളാണ്. അത്തരത്തിലുള്ളൊരു ഫാന്റസി ആയിരിക്കും ഇതും? കഥ അതുപോലത്തെ അല്ല, പക്ഷെ ആ ഒരു ജോണറിൽ നമുക്ക് പെടുത്താൻ പറ്റും. ആൻഡ് ഡെഫിനറ്റ്ലി തിയേറ്ററിൽ ഇത് കാണുമ്പോഴത്തേക്കും നമുക്കൊരു ചെറിയ ഭയമൊക്കെ ഉണ്ടാവും. പിന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ പണ്ടത്തെ തറവാട്ടിലൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാവാം, മനസ്സിലായില്ലേ? അല്ലെങ്കിൽ നമ്മൾ ആസ് കിഡ്സ് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ നമ്മൾ പല കഥകളും കേട്ടിട്ടുണ്ടല്ലോ. നമ്മളിപ്പോൾ ഒരു തറവാടെന്ന് പറയുമ്പോഴത്തേക്കും തറവാട് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ സിറ്റി അല്ലാത്ത നമ്മുടെ റൂറൽ ഏരിയാസിൽ, ഇപ്പോൾ ഞാൻ ഒരു അത്ര സിറ്റി അല്ലാത്തൊരു ഏരിയയിൽ എൻ്റെ വീട് പാണാവള്ളി പൂച്ചാക്കൽ എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. അവിടെ അന്ന് ഞങ്ങളുടെ തറവാട്ടിൽ നിന്ന് സ്ഥലം കഴിഞ്ഞിട്ട് പിന്നെ അപ്പുറം ഇപ്പുറം ഒന്നും കുറേ ദൂരത്തേക്ക് വീടുകളില്ല, പറമ്പാണ്. ഇപ്പം പിന്നെ അടുത്തൊക്കെ വീടുകൾ വന്നു. അപ്പം നമുക്ക് രാത്രിയൊക്കെ ഇപ്പോൾ അന്ന് ബാത്റൂമും വാഷ്റൂമും അല്ലെങ്കിൽ അങ്ങനത്തെ അതൊക്കെ പുറത്താണ്, ഒരിക്കലും അറ്റാച്ച് ചെയ്ത് നമ്മൾ ഉണ്ടാക്കാറില്ലായിരുന്നു. സോ രാത്രി നമുക്ക് ഇഫ് യു ഹാവ് ടു യൂസ് ദ വാഷ്റൂം ഒരാളുടെ സഹായം, അതായത് ഒരാൾ കൂട്ടുവരാണ്ട് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റില്ല, പേടിയാണ്. ആ പേടിയുടെ കാരണം രണ്ടാണ്. ഒന്ന് നമ്മൾ ചിലപ്പോൾ കേട്ട കഥകളായിരിക്കാം, ഓക്കെ. രണ്ടാമത്തത് ഇനിയിപ്പം ഏതെങ്കിലും ഒരു കള്ളം വന്ന് നമ്മുടെ തലക്കിട്ടടിക്കുമോ, ഇങ്ങനത്തെ ഉള്ളൊരു പേടിയുണ്ട്. പിന്നെ നമ്മുടെ പറമ്പിൽ വാഴയും അതും കാണുമല്ലോ. അപ്പോൾ ഈ മഴക്കാലത്ത് ഇടിമിന്നൽ വരുമ്പോഴത്തേക്കും നമ്മൾ പുറത്തോട്ട് നോക്കുമ്പോഴത്തേക്കും കാറ്റും കാണുമല്ലോ. അപ്പോൾ ഈ വാഴയുടെ ഇലയൊക്കെ ഇങ്ങനെ കിടന്ന് ഇളകുന്ന കാണുമ്പോഴത്തേക്ക് അവിടെ ആരും നിപ്പുണ്ടെന്നൊക്കെ ഉള്ള പെട്ടെന്ന് ജല്ലടച്ച് കളയും, മനസ്സിലായില്ല? അപ്പോൾ ഇതെല്ലാം നമ്മൾ അനുഭവിച്ചിട്ടുള്ളതാണ്. ഇപ്പോൾ സിറ്റി താമസിക്കുന്ന ആൾക്കാർ, ചിലപ്പോൾ ഇത് അനുഭവം ഇല്ലാത്ത സിറ്റി താമസിക്കുന്ന ആൾക്കാർക്ക് അവരുടേതായ ഭീതികളുണ്ട്. പിന്നെ ഓക്കെ. സോ ഇത് മനുഷ്യനിലുള്ളൊരു വികാരമാണ് ഈ പേടി എന്നുള്ളത്. ഇപ്പം എത്ര പറയുകയാണ് ഞാനൊന്നിനും പേടിക്കുന്നില്ല പറഞ്ഞാലും എന്തെങ്കിലും ഒരു വ്യക്തി അല്ലെങ്കിൽ ഒരു സാഹചര്യത്തിൽ അവർക്ക് പേടി ഉണ്ടാവും, ഉറപ്പായിട്ടും ജീവിതത്തിൽ ഉണ്ടായി കാണും. അല്ലേ? അപ്പം ഇതൊക്കെ വച്ചിട്ടുള്ള ഒരു സംഭവമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ പണ്ട് ചേട്ടൻ ഈ തറവാടിന്റെ കാര്യം പറഞ്ഞല്ലോ, അപ്പൊ നിങ്ങൾ എത്ര പേരുണ്ടായിരുന്നു തറവാട്ടില്? ഇപ്പൊ അമ്മയുടെ തറവാട്ടില് നമ്മൾ അപ്പൂപ്പനും അമ്മൂമ്മയും മാത്രമായിരുന്നു, പിന്നെ അമ്മാവനുണ്ടായിരുന്നു. നമ്മൾ ഈ സമ്മർ ഹോളിഡേസിന് ഇടയ്ക്ക് വരുന്നതാണ്. അപ്പോൾ കൂടുതലും നമ്മൾ അച്ഛൻ്റെ തറവാട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ അച്ഛൻ്റെ ചേച്ചിയും മകനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ഞാനൊക്കെ കൊച്ചായിരുന്നു. പിന്നെ അത് പിന്നെ ചേട്ടൻ കല്യാണം കഴിച്ചു. അപ്പം അമ്മിണിയമ്മ എന്നാണ് അച്ഛൻ്റെ ചേച്ചിയുടെ പേര്. അപ്പം ഞങ്ങൾ അമ്മിണിയമ്മ തന്നെ, ഒരു അമ്മയുള്ള കാരണം ഞങ്ങൾ അമ്മിണിയമ്മ തന്നെ വിളിച്ചോണ്ട്, ഞാനും ചേച്ചിയൊക്കെ അമ്മിണിയമ്മ എന്ന് വിളിക്കും. അപ്പോൾ രാജു ചേട്ടനും ഉണ്ട്, അമ്മിണിയുടെ മകൻ്റെ പേര് രാജു എന്നാണ്. പിന്നെ ഞാനും അച്ഛനും അമ്മയും ചേച്ചി, ഓക്കെ. അപ്പം ചെറിയ റൂംസൊക്കെ ആയിരിക്കുമല്ലോ പണ്ടത്തെ തറവാടിലെ. അപ്പം അവിടെയാണ് നമ്മൾ വരുമ്പോഴത്തേക്കും മേജർലി താമസിക്കുന്നത്. ഇതൊക്കെ വിഷ്വലൈസ് ചെയ്യാം. അപ്പം അവിടെ നമുക്ക് തൊഴുത്തുണ്ട്. അപ്പം അമ്മിണിയമ്മ, എനിക്ക് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ആ സമയത്ത് ഒരു 8-10 പശുക്കളുണ്ട്, ഓക്കെ. പിന്നെ 1-2 കിടാവുകൾ കാണും.
അപ്പോൾ അതിനുവേണ്ടി ഒരു തൊഴുത്തുണ്ട്. അപ്പോൾ നമുക്ക് ഈ അന്നൊക്കെ ഈ ഗോമൂത്രത്തിന്റെ മണവും ചാണകത്തിന്റെ മണവും ഒക്കെ നമുക്ക് ശീലമാണ്. വി ആർ യൂസ് ടു ഇറ്റ്. ഓക്കെ, നമുക്ക് അതുകൊണ്ട് അത് അയ്യോ ഒന്നൊന്നും ഫീൽ ചെയ്യില്ല. അതെ, ഇപ്പോഴും എനിക്ക് ആ മണങ്ങൾ വരുമ്പോഴത്തേക്ക് എനിക്ക് നോസ്റ്റാൾജിയിലേക്ക് ഞാൻ പോകുന്നത്. പിന്നെ ഗുണ്ടു എന്ന് പറഞ്ഞ ഞങ്ങൾക്കൊരു ഡോഗ് ഉണ്ടായിരുന്നു. അപ്പം അവനെ അവിടെ ഒരു തൂണില് രാത്രി കെട്ടിയിടും. അപ്പോൾ അത് ഞാൻ ഉറങ്ങുന്ന ആ ജനലിന്റെ അടുത്താണ് അവനെ കെട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ രാത്രി ഇതേപോലെ നമുക്കൊന്ന് ലീക്ക് ചെയ്യാൻ വേണ്ടിയൊക്കെ ചിലപ്പം നമ്മൾ ഈ പിള്ളേരല്ലേ, അപ്പോൾ രാത്രിയിൽ ഉറങ്ങുന്നതിന് മുമ്പ് അമ്മ പല പ്രാവശ്യം പറയും പോയി മൂത്രം ഒഴിച്ചിട്ട് വന്ന് പറയും. പക്ഷേ നമ്മളത് ചെയ്യില്ല. എന്നിട്ട് ഈ ഉറക്കത്തിന്റെ ഇടയിലാണ് നമുക്ക് മുട്ടുന്നത്. അപ്പോൾ നമ്മൾ രാത്രി അപ്പോൾ എന്താ ചെയ്യേണ്ടത്? അപ്പം ജനൽ തുറന്നിട്ട് അവിടെ നിന്ന് തന്നെ പുറത്തേക്ക് പേടിയാ. എന്നിട്ട് പിന്നെ ഈ ജനൽ അടയ്ക്കാൻ വേണ്ടി പുറത്തേക്ക് കൈയിടാൻ പേടിയാ. എന്നിട്ട് ഇങ്ങനെ അഡ്ജസ്റ്റ്മെന്റിൽ ഒരു വിരലൊക്കെ ഇങ്ങനെ ഇട്ടിട്ട് ഇനിയിപ്പോ ആരെങ്കിലും വെട്ടുവാണെങ്കിൽ ഒരു വിരൽ മാത്രമേ പോകുള്ളൂ, ഒത്ത കൈ പോകുന്നതിനുള്ള പേടിയിൽ പതുക്കെ ഇങ്ങനെ അടയ്ക്കും. അങ്ങനത്തെ സിറ്റുവേഷനാണ് ഫേസ് ചെയ്തിരിക്കുന്നത്. രാവിലെ എന്തായാലും പൊക്കുമല്ലോ. അതെ, അടി കിട്ടിയിട്ടുണ്ടോ? ഇല്ല, കൊച്ചല്ലേ. അപ്പം ഈ കസിൻസ് ഒക്കെ കൂടിയപ്പോൾ നിങ്ങൾ പണ്ടിപ്പോ ഈ പ്രേതകഥകളും ഒക്കെ പറയുന്നുണ്ടായിരിക്കുമല്ലോ. അങ്ങനെ ഏതെങ്കിലും സ്ഥിരമായിട്ട് പറയാറുള്ള പ്രേതകഥകളൊക്കെ ഓർമ്മയുണ്ടോ? ഇല്ല, പ്രേതകഥകളൊന്നും അങ്ങനെ അന്ന് പറഞ്ഞിട്ടില്ല ഞാൻ. പക്ഷേ ഈ നാഗ്പൂരിൽ സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്ക് ഞങ്ങൾ പ്രൈമറി സ്കൂളിലായിരിക്കുമ്പം അവിടെ പണ്ട് ആരോ ആ സ്ഥലത്ത് സൂസൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അതിൻ്റെ ആത്മാവിനെ പല കുട്ടികളും കണ്ടിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു സാധനം കേട്ടിട്ടുണ്ട്. അപ്പം ഇത് കേട്ടിട്ടുള്ള കാരണം നമ്മുടെ കൂടെയുള്ള കുട്ടികൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ വെറുതെ ഇന്ന് ഞാൻ അവിടെ കാട് സ്ഥലത്ത് പോയപ്പോഴത്തേക്കും അവിടെ കൂടെ ഇങ്ങനെ പാസ് ചെയ്യുന്നുണ്ട് വെള്ള സാരി എന്നൊക്കെ പറഞ്ഞു. ഇപ്പം ക്ലീഷയാണല്ലോ ഈ പ്രേതം വെള്ള സാരിയിൽ നമ്മൾ സിനിമയിൽ കണ്ടിട്ടുള്ള ഒരു പരിചയം വെച്ചിട്ട് ഇവർ ഉണ്ടാക്കി പറയുന്നതാണ്. പക്ഷെ അന്ന് നമ്മളിത് ശരിയാണല്ലോ, അപ്പൊ നമ്മൾ ആ ഏരിയയിലേക്ക് പോകില്ല. നമ്മളെങ്ങനെ പിടിച്ചാലോ വിഴുങ്ങിയാലോ എന്നൊക്കെയുള്ള പേടി കാരണം. അല്ലാണ്ട് നമ്മുടെ വീട്ടുകാരും അങ്ങനെ പേടിപ്പിച്ചിട്ടൊന്നുമില്ല. ഇല്ല. മോൾക്ക് ഇപ്പൊ ഇതൊക്കെ കേട്ട് പേടിച്ചിരിക്കുകയാണോ? ഇല്ല, നമുക്ക് പേടിയൊന്നുമില്ല. പ്രത്യേകിച്ച് ഈ ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഇപ്പം അന്നത്തെ ജനറേഷനുള്ള നമ്മളിത് ഫേസ് ചെയ്തിരിക്കണം. നമ്മൾ ഒരിക്കലും കുട്ടികളെ ഒന്നും പറഞ്ഞ് പേടിപ്പിക്കില്ല. അപ്പം അതേപോലെ തന്നെ ജിബിനും പ്രീതയും ഒന്നും പറഞ്ഞ് പേടിപ്പിച്ച് ഒരിക്കലും കാണില്ല. അച്ഛനും അമ്മയ്ക്ക് ഇങ്ങനെ വിശ്വാസമില്ല, ഇങ്ങനെ പേടി. അവര് പറയുന്നത് ഇങ്ങനത്തെ സാധനങ്ങൾ ഇല്ല, ഈ പ്രേതം അങ്ങനത്തെ ഒന്നും ഇല്ലെന്നാണ് പറയുന്നത്. അതുകൊണ്ട് അച്ഛനും അമ്മയെ പേടിപ്പിക്കാറില്ല. അല്ലാതെ തന്നെ ഇപ്പൊ നല്ല ധൈര്യശാലിയാണ്. ഞാൻ അത്ര ഇപ്പൊ എനിക്ക് ഇരുട്ടൊക്കെ പേടിയാ, പാമ്പിനെ പേടിയാ. പിന്നെ ഇതൊക്കെ കേൾക്കുന്ന ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് ഫുൾ നമ്മളെല്ലാരും ഇങ്ങനെ ചുറ്റിനിരുന്ന് ഇങ്ങനെ കഥ പറയുമ്പോഴാണ് ഫ്രണ്ട്സിന്റെ അടുത്തുനിന്ന് കേൾക്കുന്നത്. ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞു തരും. അപ്പൊ ചെറിയ പേടിയൊക്കെ വരും. ഇപ്പൊ നമ്മുടെ സിനിമയാണെങ്കിലും തിയേറ്ററിൽ പോയി മോള് ഔട്ടൊന്നും കണ്ടിട്ടില്ലല്ലോ സിനിമയുടെ? നമ്മള് കണ്ടു. അപ്പൊ പേടി തോന്നിയോ ഏതെങ്കിലുമൊക്കെ സീൻസ്? കുറച്ച് സീൻസ് പേടി തോന്നി. അല്ലാതെ നോക്കിയാൽ നല്ല മ്യൂസിക് ആണ്. അതും കുട്ടികളുടെ കുറെ സീനുണ്ട്. എൻ്റെ ക്യാരക്ടർ മിന്നാന്നാണ്. അപ്പോൾ എൻ്റെ അച്ഛനൊരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. ഞങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊന്നും ഞങ്ങൾ കണ്ടിട്ടില്ല ഇതിനു മുമ്പ്. അപ്പോൾ ഞാനും എൻ്റെ കസിൻസും വേറെ സ്ഥലത്തുനിന്ന് വരികയാണ്. അപ്പം ഞങ്ങൾ പോയി ആ സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യുന്നത്, അങ്ങനെ കുറെ നല്ല നല്ല സീൻസ് ഉണ്ട്. നല്ല ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ കുറച്ച് നൊസ്റ്റാൾജിക് എലമെന്റ്സ് ഒക്കെ നമുക്ക് തോന്നുന്നു. നമുക്ക് ഈ പട്ടാമ്പിയിലെ പച്ചപ്പും അവിടുത്തെ വാട്ടർ ബോഡിയും അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ വിഷ്വലി ഭയങ്കര ഗംഭീരമാണ്. നമുക്ക് നല്ലൊരു സ്ഥലം കിട്ടിയത്, ഒരു മന, അതിന്റെ തൊട്ടടുത്ത് പാടം, അതിൽ കൂടെ ട്രെയിൻ പോകും. പിന്നെ തൊട്ടടുത്തൊരു കുളം എന്ന് പറയുമ്പോ നമ്മുടെ പല ഈ ഇങ്ങനെ ഓടൊക്കെ വെച്ചിട്ട് ഇതുള്ള ഒരു കുളമില്ലേ കെട്ടിയിരിക്കുന്നത്, അതുപോലത്തെ കുളമാണ്. നമ്മൾ അമ്പലക്കുളങ്ങളൊക്കെ കാണുന്ന പിന്നെ പശുവിനെ കെട്ടിയിടാനുള്ള സ്ഥലം, അങ്ങനെ ഭയങ്കര രസം അവിടെ. പിന്നെ വലിയ കിണറ്, വലിയ കിണറുണ്ട്. അപ്പൊ വിഷ്വലി നല്ലൊരു രസമായിരിക്കും. നല്ല രസമാണ്. അത് കറക്റ്റ് ആയിട്ട് നമ്മുടെ ഇപ്പം മനു രാധാകൃഷ്ണനാണ് നമ്മുടെ സംവിധായകനും എഴുത്തുകാരനും. അദ്ദേഹം അത് മനോഹരമായിട്ട് എഴുതിയിട്ടുണ്ട്. അത് അതിനേക്കാളും മേളിൽ വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ചന്ദ്രകാന്ത് മാധവൻ എന്ന് പറഞ്ഞ സിനിമാറ്റോഗ്രാഫർ. യെസ് ഡൺ ആൻ ഓസം ജോബ്. ചന്ദ്രകാന്ത് ബേസിക്കലി ക്യാമറ എക്യുപ്മെന്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന ആളും കൂടെയാണ്. ചന്ദ്രചേട്ടൻ മറ്റേ തല്ലുമാലയിലൊക്കെ 360 ഡിഗ്രി ക്യാമറ ഒക്കെ ചേട്ടൻ ഉണ്ടാക്കി. മഞ്ഞുവൽ വോയിസിൽ അദ്ദേഹത്തിന്റെ ഒരു ഇതൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുമ്പോഴേക്കും ഇപ്പൊ എനിക്ക് മനസ്സിലാക്കിയത് ഒരു എന്താ ലൈക്ക് ഒരു സിറ്റി ലൈഫിൽ നിന്ന് പെട്ടെന്ന് ഒരു വെക്കേഷൻ സ്പെൻഡ് ചെയ്യാൻ വരുന്ന പോലെ, അങ്ങനെ ഒരു വെക്കേഷൻ അല്ല, ആക്ച്വലി ഒരു കാര്യത്തിന് വേണ്ടിയാണ് വരുന്നത്. ഒരു കാര്യം നടത്തിയെടുക്കാൻ വേണ്ടിയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ സിറ്റിയിൽ താമസിച്ച ഒരു കുട്ടിയുടെ ക്യൂരിയോസിറ്റി നമുക്ക് അതിൽ കാണാൻ പറ്റും. വൈഫൈ ഒന്നും ഇല്ലാത്തൊരു സ്ഥലത്തേക്ക്. അപ്പോൾ നമ്മളെല്ലാവരെയും പേടിപ്പിക്കാനും വിഷ്വൽ ട്രീറ്റ് തരാനും ഒക്കെ നമ്മുടെ ഗുളികൻ വരുന്നുണ്ട് അല്ലേ?
അപ്പോൾ എന്തായാലും സിനിമ വലിയൊരു സക്സസ് ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് താങ്ക് യു. യു താങ്ക് യു